വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ രണ്ടാം ഘട്ട ജനസമ്പർക്ക പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് സഹായഹസ്തവുമായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കളക്ടർ MS ജയ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മറ്റ് പഞ്ചായത്തുകൾക്കെല്ലാം ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് മാതൃകയായതായി കളക്ടർ അഭിപ്രായപ്പെട്ടു. വേണ്ട രീതിയിൽ പൂർണ്ണമായി ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തവണ പൂർണ്ണമായി ഓൺലൈനായി മാത്രം അപേക്ഷകൾ സ്വീകരിക്കാനും അതിന് സ്ഥിരമായ ഒരു റെക്കോർഡ് ഉണ്ടാക്കുവാനും വേണ്ടി വന്നാൽ തിരിഞ്ഞു നോക്കി രണ്ടാമതും തിരിച്ചെടുത്ത് അതിന് പൂർണ്ണമായ പരിഹാരം കണ്ടെത്തുന്നതിനും സർക്കാർ തീരുമാനിച്ചത്. അതുകൊണ്ട് പക്ഷേ ചിലർക്കെല്ലാം കുറെ പ്രയാസങ്ങൾ ഉണ്ടായി. കാരണം സ്വന്തമായി വീട്ടിൽ ഇമെയിൽ സൗകര്യമില്ലാത്തവർക്ക് മറ്റേതെങ്കിലും സ്ഥലത്തെ ആശ്രയിക്കേണ്ടതായി വന്നു. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ താലൂക്ക് തലത്തിൽ വരെ ഇതിനുള്ള സൗകര്യം സർക്കാർ തലത്തിൽ അറേഞ്ച് ചെയ്തത്. എന്നാൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഒരു പടി കൂടി മുന്നോട്ട് പോയി സ്വന്തം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഇതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കേരളത്തിനാകെ മാതൃകയാണ്. ഈ ഒരു പ്രവൃത്തി ഇത് ഒരു ട്രെൻഡ് സെറ്റർ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ തുടങ്ങി കേരളത്തിലുള്ള മറ്റെല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഇതുപോലെ ഒരു മുന്നോട്ട് വന്നാൽ തീർച്ചയായും നാട്ടിലുള്ളവർക്ക് ഒരു വിദൂര സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിനെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം കാര്യങ്ങൾ എത്രയും എളുപ്പത്തിൽ അധികാരികളുടെ മുമ്പിൽ എത്തിക്കുന്നതിനുള്ള അവസരം കിട്ടുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായി എന്നുള്ളത് എനിക്ക് കൂടി അഭിമാനമാണ്. അതുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കട്ടെ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, കൃഷി ഓഫീസർ ട്രീസ മാത്യു, VR വിജയൻ, KP സുഗദാസ് എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറി 2 പേർക്ക് പരിക്കേറ്റു. തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോ ഡ്രൈവർമാരായ തോപ്പിൽ വീട്ടിൽ പ്രശാന്ത്, വലിയകത്ത് ഹമീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഹമീദിന്റെ പരിക്ക് ഗുരുതരമാണ്. ഇരുവരെയും ആക്ട്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിന് മുന്നിൽ റോഡിന്റെ കിഴക്കേ ഭാഗത്തേക്ക് തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലിടിച്ച് കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. കട പൂർണ്ണമായും തകർന്നു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. കോരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ ദ്വിതീയ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. രാവിലെ 10-ന് ചാപ്പക്കടവ് ശ്രീ ഭഗവതി ഗുളികൻ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും രുക്മിണി ദേവിയെയും അഷ്ടലക്ഷ്മിമാരെയും താലമേള വാദ്യഘോഷത്തോടെ സ്വീകരിച്ചാനയിച്ച് യജ്ഞമണ്ഡപത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് സ്വയംവര സദ്യയും ഉണ്ടായിരുന്നു. Krishna Hare Krishna 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama Hare Hare Krishna 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 Hare 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 Rama Hare Rama 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 Krishna Hare Hare Krishna Krishna Hare Hare Krishna Krishna Hare Hare Krishna Hare 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 Rama Rama Hare തൃപ്രയാർ കളരിക്കുറുപ്പ് കളരി പണിക്കർ സംഘത്തിന്റെ 4ാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടന്നു.
സംഘം പ്രസിഡന്റ് ടി.കെ. ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി കെ.എൻ. മോഹനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിനി ആർട്ടിസ്റ്റ് ലിഷോയ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും ലൈഫ് ആൻഡ് കരിയർ ഗൈഡൻസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ LDC മോഡൽ പരീക്ഷ നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് മതിലകം കുടുംബശ്രീ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9048782760 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. 3 പീടിക ഗാർഡിയൻ ആശുപത്രി സംഘടിപ്പിക്കുന്ന സൗജന്യ ദന്തരോഗ നിർണയ ക്യാമ്പ് ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആശുപത്രിയിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0480-264-2580 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് കവർച്ച. ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന അഭിപ്രായം തനിക്കില്ലെന്നും സാമ്പത്തിക രംഗത്ത് നമ്മൾ ശക്തർ തന്നെയാണെന്നും മഹാരാഷ്ട്ര ഗവർണർ കെ. ശങ്കരനാരായണൻ. മുഖ്യമന്ത്രിയുടെ 2ാം ഘട്ട ജനസമ്പർക്ക പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് സഹായഹസ്തവുമായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.